Good morning. Good morning. സൈഡിലെ കണ്ടിട്ട് എല്ലാവരെയൊക്കെ എടുത്തൊക്കെ വായിച്ചു നോക്കിയില്ലേ? ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയോ? പ്രിയങ്ക, മേഘ, ശരണ്യ. യെസ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എവിടെ വരെയായിരുന്നു നമ്മൾ എടുത്തത്? ഇനി നമുക്ക് ട്രെയിനിങ് മെത്തേഡ്സുകൾ അല്ലെ? ട്രെയിനിങ് മെത്തേഡ്സ് രണ്ടെണ്ണം, പിന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്, അതിന്റെ പല കാര്യങ്ങൾ അല്ലെ? ഏതൊക്കെ രീതിയിലാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്, അത്രയല്ലേ പഠിച്ചത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന പെർഫോമൻസ് അപ്രൈസൽ ആണ്. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ? അപ്രൈസൽ എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുക എന്നാട്ടോ. എന്തെന്നാണ് അവരുടെ പെർഫോമൻസ്? പെർഫോമൻസിനെ വിലയിരുത്തുക, എംപ്ലോയീസിന്റെ പ്രകടനം, അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തുക അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുക. ഓക്കെ, പെർഫോമൻസ് അപ്രൈസൽ. A performance appraisal is a process of estimating an employee's performance of a job in terms of its requirements. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്? ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് അല്ലെ? അവരെ വിലയിരുത്തുന്ന, എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ വിലയിരുത്തുന്ന പ്രോസസ് ആണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ്. എങ്ങനെയാ? ഓഫ് എ ജോബ് ഇൻ ദ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെന്റ്സ്. ഇതിനനുസരിച്ച് ഒരു ജോലിയുടെ ആവശ്യകതകൾക്കനുസരിച്ച്. ഓക്കെ, ഇപ്പൊ എന്നോട് പറഞ്ഞേക്കുന്നത് ഇവിടെ ടീച്ചിങ് ആണ് അല്ലെ? ഈ ഒരു ജോലിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം അല്ലെ? അതിന്റെ എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം, അതിനനുസരിച്ച് എന്ത് ചെയ്യാ? നമ്മൾ വന്ന് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു എന്ത് ചെയ്യുന്നു? ഒരു എന്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് അവരെന്ത് ചെയ്യുന്നു? അവരെ എസ്റ്റിമേറ്റ് ചെയ്യും അല്ലെ? എന്നിട്ട് ഓക്കെ ആണ്, അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അല്ലെ? അപ്പൊ അത് ഏതൊരു ജോലിക്കാണെങ്കിലും നമ്മൾ ജോലി കയറി കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാ? ഓക്കെയാണ്, കൊള്ളാം, നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്, നമ്മളൊരു വിലയിരുത്തും അല്ലെ? നമ്മുടെ പെർഫോമൻസിന് വിലയിരുത്തും. വന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? ആ സ്ഥാപനത്തിൽ അവരെ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ അവരെ വിടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒട്ടും എന്താ പറയാ, ആ ഒരു ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ്സ്, ആവശ്യകതകൾക്ക് അനുസരിച്ച് എംപ്ലോയീസിന് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അല്ലെ? അവരെ കണ്ടിന്യൂ ചെയ്ത് അവിടെ വെറുതെ സാലറി കൊടുത്ത് നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്താ പറഞ്ഞേക്കുന്നത്? ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ എസ്റ്റിമേറ്റ് ചെയ്യുക, വിലയിരുത്തുന്ന ഒരു പ്രോസസ് ആണ്. അതെങ്ങനെ വിലയിരുത്തുന്നത്? ആ ഒരു ഓർഗനൈസേഷന്റെ അല്ലെ, ആ ഒരു സ്ഥാപനത്തിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ച്. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് അതാ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. Dash is the process of estimating employees' performance. ഇത്രയും നോക്കിയാൽ മതി. ആ എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ വിലയിരുത്തുന്ന പ്രോസസ്, അതിന് എന്താണ് പറയുന്നത്? പെർഫോമൻസ് അപ്രൈസൽ. ക്ലിയർ ആണോ? ആണോ? ഇനി നമുക്ക് എങ്ങനെയൊക്കെ നോക്കിയേ, പെർഫോമൻസ് ഇവാലുവേഷൻ പ്രോസസ് ഇൻക്ലൂഡ്സ്, നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് ആ പെർഫോമൻസിനെ നമുക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഫസ്റ്റ് നോക്കി, എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്ഥാപിക്കുക. പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, അതിനൊരു സ്റ്റാൻഡേർഡ് നമ്മൾ സ്ഥാപിക്കണം. അതിനൊരു സ്റ്റാൻഡേർഡ് സ്ഥാപിക്കണം. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ നമ്മളൊരു ടൈലറിംഗ് ഷോപ്പിലേക്ക് ഒരു ജോലിക്കാരനെ നമ്മൾ നിർത്താന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ഒരു സ്റ്റാൻഡേർഡ്, അതായത് ഒരു ദിവസം ഇത്ര, ഇപ്പൊ 9 മണി തൊട്ട് അവർക്കൊരു 5 മണി വരെയാണ് അവരുടെ ടൈം എങ്കിൽ അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ഉണ്ട്. 5 ചുരിദാർ തയ്ക്കണം. അല്ല, ഒരു സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാം? എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം. ക്ലിയർ ആവുന്നുണ്ടോ? എക്സാമ്പിളും കൂടി പറയുമ്പോ നമ്മുടെ അവിടുത്തെ സ്റ്റാൻഡേർഡ് എന്താ? അല്ലെങ്കിൽ അവർക്കിടയിൽ എന്താ? 5 ചുരിദാറാണ് അല്ലെ? ആ ഒരു ടൈം കൊണ്ട് 5 ചുരിദാർ തയ്ക്കണം. അതാണ് അവര് നിശ്ചയിച്ചിരിക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അല്ലെ? പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സ്ഥാപിക്കുക. രണ്ടാമത് നോക്കിയാൽ, കൺവേ പെർഫോമൻസ് എക്സ്പെക്ടേഷൻ ടു എംപ്ലോയീസ്. എന്ത് ചെയ്യണം? കൺവേ ചെയ്യാന്ന് വെച്ചാൽ എന്താ? അറിയിക്കുക. ഇത് നമ്മുടെ പെർഫോമൻസ് എക്സ്പെക്ടേഷൻ ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിനെ അറിയിക്കണ്ടേ?
അല്ലാതെ ആ ഒരു സ്ഥാപനത്തിന്റെ ആ എംപ്ലോയർ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന പറ്റോ? എംപ്ലോയീസിനോട് പറയണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ ഒരു ദിവസം 5 ചുരിദാറാണ് തയ്ക്കേണ്ടത് എന്നുള്ള കാര്യം ആരോട്? ആ എംപ്ലോയിയോട് അത് അറിയിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞു വരുന്ന കാര്യങ്ങള്? ഓക്കെ ആണ് അല്ലെ? അതായത് അവരോട് പറയണം 5 ചുരിദാർ എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് അത് അവരെ കൺവേ ചെയ്യും. രണ്ടാമത്തെ അറിയിക്കുന്നു. ദെൻ അടുത്ത നോക്കി മെഷർ. മൂന്നാമത്തെ എന്താണ്? നമ്മൾക്കപ്പൊ ആ എംപ്ലോയീസിന്റെ പ്രകടനത്തെ പെർഫോമൻസിനെ വിലയിരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. ആ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ വരുന്ന കാര്യം. ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റാൻഡേർഡ് സ്ഥാപിക്കുന്നു. രണ്ടാമത് എന്ത് ചെയ്യുന്നു? ആ പെർഫോമൻസ് എക്സ്പെക്ടേഷൻസ് ടു ദ എംപ്ലോയർ അല്ലെ, പ്രതീക്ഷകള് എന്താണ്, ആ എംപ്ലോയർ എന്താണ് അയാളിൽ നിന്ന് അല്ലെ, ആ എംപ്ലോയി ആ തൊഴിലാളിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം എംപ്ലോയിനെ അറിയിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത് 5 ചുരിദാർ തയ്ക്കണം, ആ കാര്യം അറിയിച്ചു. ദെൻ അടുത്ത നോക്കിയേ മെഷർ റിയൽ പെർഫോമൻസ്. യഥാർത്ഥത്തിലുള്ള പെർഫോമൻസ് അളക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അന്ന് ദിവസം വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും ആ എംപ്ലോയർ ചെന്നിട്ട്, എംപ്ലോയർ ആണ് കേട്ടോ, ആ തൊഴിലുടമ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ പെർഫോമൻസ് മെഷർ ചെയ്യും. 5 എണ്ണല്ലേ നമ്മൾ പറഞ്ഞത്? 5 എണ്ണം തയ്ച്ചോ എന്നുള്ളത് അളക്കണ്ടേ അല്ലെ, നോക്കണ്ടേ? യഥാർത്ഥ പെർഫോമൻസ് മെഷർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. യഥാർത്ഥത്തിൽ അയാളുടെ പെർഫോമൻസും ആ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ ചിലപ്പോ അയാൾ 3 എണ്ണമായിരിക്കും തയ്ച്ചിട്ടുണ്ടാവുക. നമ്മുടെ എന്താണ് എംപ്ലോയർ എന്താ പറഞ്ഞത്? 5 ചുരിദാർ തയ്ക്കണം തന്നെ പറഞ്ഞത് അല്ലെ? അത് കമ്പയർ ചെയ്യാ. ചിലപ്പോ അയാൾ 3 എണ്ണം തയ്ച്ചു, ചിലപ്പോ അയാൾ 7 എണ്ണം തയ്ച്ചിട്ടുണ്ടാവും. അപ്പൊ പറയാ വെരി ഗുഡ് അല്ലെ, നമ്മൾ 5 എണ്ണേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അയാൾ നല്ല ബ്രില്യന്റ് ആണ് അല്ലെ, നല്ല ഫാസ്റ്റ് ടൈലറിങ്ങില് നല്ല പ്രാവീണ്യമുള്ള ആളാണ്, അതുകൊണ്ട് അയാൾ 7 എണ്ണം തയ്ച്ചു. ഉടനെ തന്നെ അയാൾ ജോലിക്ക് എടുക്കൂലേ? എടുക്കോ അല്ലെ? അയാളുടെ പെർഫോമൻസ് വെരി ഗുഡ് ആണ് അല്ലെ, പെർഫോമൻസ് ഈസ് വെരി ഗുഡ് നമ്മൾ പറയും അല്ലെ, ആ കൊള്ളാലോ, നമ്മൾ 5 എണ്ണം പറഞ്ഞു, പക്ഷെ അയാൾ 2 എണ്ണം കൂടി എക്സ്ട്രാ അവിടെ തയ്ച്ചു തന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അടുത്തത് എന്താ? കമ്പയർ ചെയ്യാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു സ്ഥാപനം വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് അവരുടെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യും. അടുത്ത് നോക്കിയേ ഡിസ്കസ് ദ അപ്രൈസൽ വിത്ത് ദ എംപ്ലോയി. എന്ത് ചെയ്യുന്നു? എംപ്ലോയിയുമായിട്ട് അത് ഡിസ്കസ് ചെയ്യും. അവരുമായിട്ട് അതൊരു വിലയിരുത്തൽ ചർച്ച നടത്തും. ഞങ്ങൾ 5 എണ്ണം പറഞ്ഞ് നിങ്ങൾ 2 എണ്ണം കൂടി എക്സ്ട്രാ തയ്ച്ചിട്ടുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞ് അത് അവര് തമ്മിൽ എന്ത് ചെയ്യുന്നു? അതൊന്ന് എംപ്ലോയിയുമായിട്ട് എന്ത് ചെയ്യുന്നു? ആ എംപ്ലോയിയുടെ ആ പെർഫോമൻസിനെ എന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചകൾ ചെയ്യുന്നു. ദെൻ ഈസ് നെസസറി, അത്യാവശ്യമാണെങ്കിൽ വിതിൻ കറക്റ്റ് ആക്ഷൻ, കറക്റ്റീവ് ആക്ഷൻ. ഇപ്പൊ അത് 3 എണ്ണം അദ്ദേഹം ചെയ്തുള്ളൂ, അല്ലെങ്കിൽ 4 എണ്ണേ എത്തിയുള്ളൂ, ഒരെണ്ണം കൂടി തയ്ക്കണമായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ അത് കറക്റ്റ് ചെയ്യാനുള്ള അല്ലെ, കുറച്ചും കൂടി ഫാസ്റ്റിൽ തയ്ക്കാനുള്ള കാര്യങ്ങളോ അങ്ങനെ കറക്റ്റീവ് പ്രവർത്തികൾ ആവശ്യമാണെങ്കിൽ അവർക്ക് ആരംഭിക്കാം അല്ലെ. അയാളെ കുറച്ചും കൂടി ഇതായിട്ട് കൊണ്ടുവന്ന് നമുക്ക് അയാളെ അവിടെ തന്നെ നിർത്താനുള്ള രീതിയിൽ അല്ലെ, എന്തെങ്കിലും ടെക്നിക്കുകൾ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അവിടെ കുറച്ചും കൂടി ഫാസ്റ്റ് ആവാനുള്ള അല്ലെ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കറക്റ്റീവ് നെസസറി, ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ബിഗിൻ കറക്റ്റീവ് ആക്ഷൻസ്. ആവശ്യമാണെങ്കിൽ നമുക്ക് അത് കറക്റ്റ് തിരുത്തൽ നടപടികൾ ആരംഭിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അത്രയാണ് പെർഫോമൻസ് അപ്രൈസലിന്റെ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എങ്ങനെ നമുക്ക് ഒരു പെർഫോമൻസ് നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ പോയിന്റ്സുകൾ 6 എണ്ണം നോട്ട് ചെയ്യുക. ഫസ്റ്റ് സെന്റൻസും അതിന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് മോട്ടിവേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. നമ്മൾക്ക് പല രീതിയിൽ മോട്ടിവേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ. നിങ്ങളിപ്പോ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ കയറി കഴിയുമ്പോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഇതിലൊക്കെ ജോയിൻ ചെയ്യുമ്പോഴാണെങ്കിലും എന്താ, നിങ്ങൾക്ക് ഒരു ചെറിയൊരു സംശയത്തോടു കൂടിയൊക്കെ ആയിരിക്കും ആദ്യം കയറിയത് അല്ലെ. ക്ലാസ് എങ്ങനെയായിരിക്കും, നല്ല ക്ലാസ് ആണോ, ഈ ഓൺലൈനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ക്ലാസ്സിനെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായി അല്ലേ. അപ്പൊ നിഷ മാമിന്റെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെയാണ്, കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കണ്ട, നല്ലതാണ്, നല്ല നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അവിടെ ഒരു മോട്ടിവേഷൻ കിട്ടിയോ? ഇൻട്രൊഡക്ഷൻ ചിലപ്പോ വെറുതെ കയറി നോക്കാന്ന് പറഞ്ഞ് കയറിയ ആളുകളും ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ ക്ലാസ്സിലേക്ക് കയറണം, അല്ലെങ്കിൽ എനിക്കും അത് പഠിക്കണം എന്നൊരു മോട്ടിവേഷൻ അവിടെ ആര് തന്നു? നിഷ മിസ് തന്നില്ലേ അല്ലെ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നിട്ട് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ അവിടെ തന്നു അല്ലെ. എന്താണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്? എന്താണ് ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ആ എംപ്ലോയീസിന്റെ
ഇപ്പൊ നമ്മൾ ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് പല അത് പറയുന്നുണ്ട്. മാനേജ്മെന്റുകൾ കുറേയും മോട്ടിവേഷൻ ഈ എംപ്ലോയീസിന്റെ മോട്ടിവേഷൻ എന്താ പറയാ അവരുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ മോട്ടിവേഷൻ ചെയ്യാനുള്ളത് ചെയ്യണ്ട്. അവരെന്ത് ചെയ്യുക, പ്രചോദിപ്പിക്കുക അല്ലെ, അവരെ എന്ത് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക, മോട്ടിവേഷൻ അല്ലെ, അവർക്കുടെ ലെവലൊക്കെ കൂടാൻ വേണ്ടി കുറച്ച് ഞങ്ങൾ അവര് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകും അല്ലെ. അതാണ് നോക്കി എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ the goal of individual and the organization can be attained through the persuading workers towards the productive performance called the motivational process. എന്താണ് പറഞ്ഞേക്കുന്നത്? The goal of the individual and the organization can be attained through persuading എന്ന് വെച്ചാൽ പ്രചോദിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക വർക്കേഴ്സ് toward productive performance. അതായത് എന്താ പറഞ്ഞേക്കണേ, നമ്മുടെ ഈ ആളുകൾക്ക് എന്താ പറയാ, അവർ ഈ ഒരു ഓർഗനൈസേഷന്റെ വർക്കേഴ്സിനെ നമ്മൾ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്താൽ അല്ലെ, നല്ല മോട്ടിവേഷൻ കാര്യങ്ങൾ കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അവര് കുറച്ചും കൂടി നല്ല ഉയർന്ന ലെവലിൽ വർക്ക് ചെയ്യൂലേ അല്ലെ, അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്യും, കൂടും. അവർക്കുടെ പെർഫോമൻസ് കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓർഗനൈസേഷൻ എന്ത് പറ്റും? ആ ഓർഗനൈസേഷന്റെ ഗോൾസിലേക്ക് എത്താൻ പറ്റൂലേ, ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റൂലേ. അപ്പൊ അതാണ്, അതായത് ഒരു ഓർഗനൈസേഷനെ നമ്മള് ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അല്ലെ, അറ്റൈൻഡ് the goal of the individual and the organization can be attained. എങ്ങനെ അറ്റൈൻഡ് ചെയ്യാൻ പറ്റും? through persuading വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, പ്രചോദിപ്പിക്കുന്നതിലൂടെ അല്ലെ, towards protective performance. അത് എന്തിനാ മോട്ടിവേറ്റ് ചെയ്യുന്നത്? അവരുടെ പ്രകടനത്തില് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി അവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ ആ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പെർഫോമൻസ് ബെറ്റർ ആക്കുന്നു. അതനുസരിച്ച് ആ ഒരു ഓർഗനൈസേഷന്റെ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. അതിനു വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഏത്? മോട്ടിവേഷണൽ പ്രോസസ് എന്ന് പറയുന്നത്. അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അതായത് ആ ഒരു എംപ്ലോയീസിന്റെ ആ ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് അല്ലെ, അതിലേക്ക് അങ്ങനെ എത്തിച്ചേരാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്ന കാര്യമാണ്. അതിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മോട്ടിവേഷൻ. അപ്പൊ ആ മോട്ടിവേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അവന് കുറച്ചും കൂടി നല്ലോണം പെർഫോമൻസ് കാഴ്ചവെക്കുകയും അതനുസരിച്ച് ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ഗോളിലേക്ക് എത്തിച്ചേരാനും പറ്റും. ക്ലിയർ ആയോ? അത് ആ ഒന്നാമത്തെ സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇറ്റ് അട്രാക്ട്സ് ആൻഡ് ബിഗിൻസ് ആക്ഷൻ. ഇത് ഒരു അട്രാക്ട് ആൻഡ് ബിഗിൻസ് ആക്ഷൻ കേട്ടോ. ഒരു അട്രാക്ട് ചെയ്യുന്നതാ, ഒരു ആരംഭിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എന്താ? നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഇംപ്രൂവ് ചെയ്യാണത്. നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ബെറ്ററായി വരികയാണ് അല്ലെ. അതാണ് നമ്മൾ ബിഗിൻസ് ആക്ഷൻ ആൻഡ് ഓൾസോ ആക്ട് ആസ് എ ഫാക്ടർ ഇൻ ദ കണ്ടിന്യൂഷൻ ഓഫ് ആക്ടിവിറ്റി അണ്ടിൽ the objectives have been attained. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്? എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു എന്താ പറയാ, അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് കൈവരിക്കുന്നത് വരെയും അല്ലെ, അതുവരെയും നമുക്ക് ആ ഒരു പ്രവർത്തനം തുടരുന്നതിനുള്ള ഒരു ഘടകമായി മോട്ടിവേഷൻ പ്രവർത്തിക്കുന്നു അല്ലെ. നമുക്ക് അതിന്റെ ലക്ഷ്യം എന്താണ്? അതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് വരെ എന്ത് ചെയ്യുന്നു? ആ ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ അവരുടെ പെർഫോമൻസ് കൂടി ആ ഒരു സ്ഥാപനം ഉദ്ദേശിച്ച രീതിയിലേക്ക് അവരെത്തിച്ചേരുകയും ചെയ്യും. ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനും പറ്റും. ഓക്കെ, അതിൽ ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? നോക്കിയേ, മോട്ടിവേഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് എന്താണ്? It is the purpose of motivation to create a condition in which the people are willing to work with passion. എന്തിനാ മോട്ടിവേഷൻ ചെയ്യണേ? അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എങ്ങനെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം? The purpose of motivation. മോട്ടിവേഷൻ ഒരു പർപ്പസ് എന്ന് പറയുന്നത് to create a condition. എങ്ങനെയുള്ള ഒരു കണ്ടീഷൻ സൃഷ്ടിക്കണം? In which the people are willing to work. അല്ലെ, ആളുകള് ജോലി ചെയ്യാനായിട്ട് വില്ലിങ് ആവുന്ന ഒരു അന്തരീക്ഷം. എങ്ങനെ ജോലി ചെയ്യാനാ? നമ്മൾ ഇഷ്ടമില്ലാതെ ജോലി ചെയ്യാനാണോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ജോലി ചെയ്യാനാണോ? എങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ തയ്യാറാവണം. അതാണ് ആ ആളുകള് എന്താണ്, ആ എംപ്ലോയീസ് നല്ല രീതിയിൽ അല്ലെ, അവര് വില്ലിങ് ആവണം. ഒരു ജോലി ചെയ്യാനായിട്ട് വില്ലിങ് ആവുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷൻ സൃഷ്ടിക്കണം. അതെങ്ങനെയാ നോക്കിയേ? ആ വേർഡുകളൊന്ന് നോക്കി വെക്കുക കേട്ടോ. പാഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മുടെ ഒരു പാഷനാണ്. ടീച്ചിങ് ഈസ് മൈ പാഷൻ. എന്റെ ഒരു പാഷനാണ്. എന്താ, എനിക്ക് അതിനോട് ഒരു അതിയായ ഒരു ഇതുണ്ട് അല്ലെ, അഭിനിവേശം എന്ന് പറയും മലയാളം. പാഷനായിട്ട്, അല്ലാതെ ആർക്കും വേണ്ടി ചെയ്യുന്നതല്ല, എന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് അല്ലെ. പാഷൻ, അതിനോടൊരു അഭിനിവേശം ഉണ്ട്, അമിതമായ ഒരു ഇതുണ്ട് പാഷൻ. ഇനിഷ്യേറ്റീവ്, ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ മുൻകൈ എടുത്ത്, വേറെ ആരും എന്നെ ഉന്തിത്തള്ളി വിട്ടതല്ല, ഞാൻ സ്വന്തമായിട്ട് ഞാൻ മുൻകൈ എടുത്തതാണ് അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെ ജോലി ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ, എങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ തയ്യാറാവണം, എങ്ങനെയാ, പാഷനായിട്ട്, ഇനിഷ്യേറ്റീവ് മുൻകൈ എടുത്തുകൊണ്ട്, ഇൻട്രസ്റ്റ് താല്പര്യത്തോടു കൂടി, ഇൻട്രസ്റ്റ് താല്പര്യം, ആൻഡ് enthusiasm ഇങ്ങനെ ഉത്സാഹത്തോടു കൂടി, വിത്ത് എ ഹൈ പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് മൊറൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെ. നല്ല പേഴ്സണൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് മൊറൽ സംതൃപ്തിയോടുകൂടി, വിത്ത് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി, ഇത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ഞാൻ വിചാരിച്ച് ചെയ്യണം, വെറുതെ ആർക്കെങ്കിലും വേണ്ടിയല്ല, എന്റെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലെ. ലോയലിറ്റി, എങ്ങനെയാ, വിശ്വസ്തയോടുകൂടി, ആൻഡ് ഡിസിപ്ലിൻ അച്ചടക്കത്തോടു കൂടി, ആൻഡ് വിത്ത് എ പ്രൈഡ് അഭിമാനത്തോടു കൂടി. പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കം, അച്ചടക്കത്തോടു കൂടി, പ്രൈഡ് അഭിമാനത്തോടു കൂടി, ആൻഡ് കോൺഫിഡൻസ്, കോൺഫിഡൻസ് എന്താ, ആത്മവിശ്വാസം, എനിക്കത് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി. കണ്ടോ, ഇൻ എ മോസ്റ്റ് കോഹിയറന്റ് യോജിച്ച, സ്യൂട്ടബിൾ എന്നുള്ള മീനിങ് കേട്ടോ, മോസ്റ്റ് സ്യൂട്ടബിൾ മാനർ, കോഹിയറന്റ്, സ്യൂട്ടബിൾ. സോ ദാറ്റ് അപ്പൊ ആ രീതിയിലൊക്കെ ജോലി ചെയ്യാനായിട്ട് ആളുകൾ തയ്യാറാകാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അതാണ് ഏത്, മോട്ടിവേഷന്റെ ഒബ്ജക്റ്റീവ്സ്. കിട്ടിയോ, ലക്ഷ്യം കിട്ടിയോ? കുറെ കാര്യങ്ങൾ പറയണ്ട കേട്ടോ, ആ വേർഡ്സുകൾ വെറുതെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ, വെറുതെ ജോലി ചെയ്യാനല്ല, പാഷൻ, ഇനിഷ്യേറ്റീവ്, ഇൻട്രസ്റ്റ്, enthusiasm, ഹൈ പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് മൊറാൽ സാറ്റിസ്ഫാക്ഷൻ, വിത്ത് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിചാരിച്ച്, ലോയലിറ്റി, ഡിസിപ്ലിൻ, പ്രൈഡ്, കോൺഫിഡൻസ്, ആൻഡ് മോസ്റ്റ് സ്യൂട്ടബിൾ, കോഹിയറന്റ് ഓർ സ്യൂട്ടബിൾ മാനർ. കണ്ടോ, അപ്പൊ ഈ രീതിയിലെല്ലാം ആളുകള് ജോലി ചെയ്യുന്ന ഒരു വർക്കിംഗ് അല്ലെ, ഒരു അതിന് അങ്ങനെ അവര് വില്ലിങ് ആയിട്ടുള്ള, വർക്ക് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അതാണ് മോട്ടിവേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. കിട്ടിയോ, ക്ലിയർ ആയി അവിടെ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴെങ്ങനെയാ, അപ്പൊ ഇത്രയും രീതിയിലൊക്കെ ഞാൻ ചെയ്യാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, സോ ദാറ്റ് ദ ഗോൾസ് ഓഫ് ആൻ ഓർഗനൈസേഷൻസ് ആർ അറ്റൈൻഡ് എഫക്റ്റീവ്ലി. കണ്ടോ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴെന്താ, ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം, ഗോള് എങ്ങനെ ഫലപ്രദമായിട്ട് നേടിയെടുക്കാൻ പറ്റും അല്ലെ. എല്ലാ ആളുകളും ദേവിക ഇപ്പൊ ജോയിൻ ചെയ്തോളോ, ഇപ്പോഴാണ് മോർണിംഗ് വന്നത് കേട്ടോ, അതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ എന്താ പറയാ, അപ്പൊ എല്ലാ അപ്പൊ എല്ലാ ആളുകളും അപ്പൊ എന്താ പറയാ, നമ്മളപ്പോ അങ്ങനെ അവര് അതായത് മോട്ടിവേറ്റ് ചെയ്തു അല്ലെ. നമ്മളെ നല്ല ഇതിനകത്ത് ദേവിക്ക് ഒന്ന് പേജ് നമ്പർ ഷെയർ ചെയ്തിടോ, ആരെങ്കിലും 27 കേട്ടോ. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ നമ്മൾ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനത്തിന് അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് ഫലപ്രദമായി എത്തിച്ചേരാൻ പറ്റും. Then motivational technique are to be pursued employees growth. കണ്ടോ, ആ ഒരു എംപ്ലോയീസിന്റെ ഗ്രോത്ത് ആണ് ശരിക്കും അല്ലെ, ജീവനക്കാരുടെ വളർച്ചയെ പ്രേരിപ്പിക്കുക എന്നതാണ് മോട്ടിവേഷണൽ ടെക്നിക് എന്ന് പറയുന്നത്. Are to pursue employees growth. ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവർ മോട്ടിവേഷൻ ഒന്നും കൊടുത്തില്ല, അങ്ങനെയാണെങ്കിൽ അവർ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ അല്ലെ. അപ്പൊ കമ്പനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നു. പെർഫോമൻസ് മെച്ചപ്പെടുത്തുമ്പോൾ എന്ത് പറ്റുന്നു, ആ ഓരോ ഓർഗനൈസേഷനും അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്നു. ഇനി ഇവിടെ നോക്കി നമുക്ക് എന്തൊക്കെയാണ് ടെക്നിക്കുകൾ നോക്കാം കേട്ടോ. മാനേജ്മെന്റ് ടെക്നിക് ഡിസൈൻ ടു ഇൻക്രീസ് ദ മോട്ടിവേഷൻ. ഒരു അതായത് എംപ്ലോയീസിന് അവർക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ അവരില്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റ് എന്തൊക്കെ സൂത്രപ്പണികളാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് എന്തൊക്കെ ടെക്നിക്കുകളാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്, രൂപകൽപ്പന ചെയ്തേക്കുന്നത്. എന്തൊക്കെ ടെക്നിക്കാന്ന് നോക്കിയേ, അതൊക്കെ ഒരു ടെക്നിക്കാണ്. എന്തൊക്കെയാ,
ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. എന്താണ് ഒന്നാമത്തെ? ഫിനാൻഷ്യൽ. രണ്ട് രീതിയാ അവിടെ പറയണേ കേട്ടോ. ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ. അപ്പൊ എങ്ങനെയാ അവരെ പ്രചോദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ത് കൊടുത്തിട്ടായിരിക്കും? എങ്ങനെയായിരിക്കും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത്? എങ്ങനെയായിരിക്കും ഫിനാൻഷ്യൽ മോട്ടിവേഷനില്? എങ്ങനെയായിരിക്കും ആവണിക്കുട്ടി, ദേവിക? ഇൻക്രീസ് സാലറി. ഓക്കെ, വെരി ഗുഡ്. സാലറി കൂട്ടിക്കൊടുക്കുക. അതായത് എങ്ങനെയാ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പൈസ കൊടുക്കുന്നത്. പൈസയിൽ വീഴാത്തവരാരെങ്കിലും ഉണ്ടോ? കുറച്ച് പൈസ കൂട്ടി തരാന്ന് പറഞ്ഞാൽ എല്ലാവരും അതിന്റെ പുറകെ വീഴും അല്ലേ? വീഴൂലേ? സാലറി കൂട്ടി തരാം എന്ന് പറയാണ് അവിടെ. അപ്പൊ നമ്മുടെ പെർഫോമൻസ് നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യും? പ്രകടനം കുറച്ചും കൂടി ഇതാകും അല്ലേ? അതാ പറയുന്നത്. നോക്കിയാണ് കുറച്ച് ടെക്നിക്ക് പറയുന്നുണ്ട് കേട്ടോ, ഏതൊക്കെയാന്നൊക്കെ. അപ്പൊ രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻ ടെക്നിക്കുകളാണ് മാനേജ്മെന്റ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ആണ് ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തികമായിട്ട് അല്ലെ? പൈസ കൊടുക്കുകയാണ് അവിടെ. ഫിനാൻഷ്യൽ മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ദാറ്റ് മോട്ടിവേഷൻ ഈസ് ലിങ്ക്ഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വിത്ത് മണി. പൈസയുമായിട്ട് നേരിട്ട് അല്ലെങ്കിൽ അല്ലാതെ ഇൻഡയറക്ട്ലി ആയിട്ട് അത് എന്താ പറയാ കണക്ട് ചെയ്തിരിക്കും. അതെങ്ങനെയാന്ന് നോക്കിയേ? വിത്ത് മണി. നോക്കിയേ, വേജസ്. വേജസ് എന്ന് പറഞ്ഞാൽ ദിവസം കിട്ടുന്നത് അല്ലെ? സാലറി അല്ല കേട്ടോ. വേജസ് എന്ന് പറഞ്ഞാൽ ദിവസക്കൂലി പോലെ ഇനി അങ്ങനെ. വേജസ് ആയ ആഴ്ചയിലോ ദിവസമായിട്ടോ കൊടുക്കണം. വേജസ്, സാലറി. സാലറിയിലും ഇൻക്രിമെന്റ് വരുത്താം അല്ലേ? ബോണസ് കൊടുക്കാലോ. ഇടയ്ക്ക് ബോണസ് അങ്ങനെ കൊടുക്കുന്നില്ലേ ഒരു സ്ഥാപനം? ഓണം വരുമ്പോഴ് അല്ലെങ്കിൽ വിഷുവിനൊക്കെ കുറച്ച് പൈസ ബോണസ് ആയിട്ട് അങ്ങ് കൊടുക്കും. അതൊക്കെ ഒരു മോട്ടിവേഷൻ ടെക്നിക്ക് അല്ലേ? ബോണസ് കൊടുക്കുക. പ്രോഫിറ്റ് ഷെയറിങ്, ലാഭം പങ്കിടുക അല്ലെ? കമ്പനിക്ക് ഇപ്പൊ വർഷം ഇത് കണക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഒരു ലാഭം വന്നാൽ അതിന്റെ ഒരു വിഹിതം എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. പ്രോഫിറ്റ് ഷെയറിങ്. ലീവ് വിത്ത് പേ. പിന്നെ അടുത്തൊരു കാര്യം നോക്കിയേ, ലീവ് വിത്ത് പേ എന്ന് പറയാം അല്ലെ? ലീവ് വിത്ത് പേ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാ? നമ്മൾ പൈസയോട് കൂടിയുള്ള ലീവ്. അതായത് ചിലയിടത്തൊക്കെ സാലറി കട്ട് ഉണ്ട് അല്ലെ? ഒരു കമ്പനി ഒരു 2 ലീവോ അല്ലെങ്കിൽ 4 ലീവൊക്കെ മന്ത്ലി അലവ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ലീവ് എടുത്തു കഴിഞ്ഞാൽ സാലറി കട്ടായിരിക്കും. 5ാമതൊരു ലീവ്, 4 ലീവ് ആ കമ്പനിക്ക് അനുവദിച്ചിട്ടുണ്ട് ഒരു എംപ്ലോയിക്ക്, അതെടുക്കാം. അത് വന്നു കഴിഞ്ഞാൽ വേറെ സാലറിയിൽ വേറെ കട്ടൊന്നും ചെയ്യൂല. എന്നാൽ 5ാമത്തെ ലീവ് എടുത്താൽ ഒരു ദിവസത്തെ ലീവ് എന്ന് പറയുമ്പോൾ അവർക്ക് സാലറിന്ന് അത് കട്ട് ചെയ്യും. അങ്ങനെയായിരിക്കും. പക്ഷെ ഇവിടെ എന്താ? ലീവ് വിത്ത് പേ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞ? ശമ്പളത്തോടു കൂടി അവധി. കണ്ടോ? ഒരു പ്രശ്നമില്ല. ലീവ് എടുത്താലും കുഴപ്പമില്ല, സാലറി കട്ടൊന്നും ചെയ്യൂല. ക്ലിയർ ആയോ? അത് ലീവ് വിത്ത് പേ. അതൊരു മോട്ടിവേഷൻ അല്ലേ? അവരവിടെ തന്നെ നിർത്താനുള്ള ഒരു മോട്ടിവേഷൻ അല്ലേ? അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ അല്ലേ? നമ്മൾ ലീവ് എടുത്തു പക്ഷെ സാലറി കിട്ടിയിരുന്നില്ല. ആ ഒരു സ്ഥാപനത്തോട് നമ്മൾ കുറച്ചും കൂടി ഇതൊക്കെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആണ് കേട്ടോ. അടുത്ത നോക്കിയേ, മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ്. ഈ ചികിത്സാ ചെലവുകളൊക്കെ ഇല്ലേ? ക്ലെയിം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ? കമ്പനി തന്നെ അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ ബില്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് അത് ഇതാക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെ അടിച്ച ക്യാഷ് ഒക്കെ നമുക്ക് കമ്പനി അഫോർഡ് ചെയ്തോളും. അങ്ങനെ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് എക്സെട്ര. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതിൽ വരുന്നതാണ്? ഫിനാൻഷ്യൽ മോട്ടിവേഷനിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? അതായത് പൈസയുമായിട്ട് വന്ന കേട്ടോ, പൈസയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണുള്ളതെന്ന് നോക്കി വെച്ചോ കേട്ടോ ഫിനാൻഷ്യൽ മോട്ടിവേഷനിൽ. യെസ്, ഓക്കെ. ഏതൊക്കെ പറഞ്ഞേ? പൈസയായിട്ട് കൊടുക്കാം അല്ലെ? മണി വിത്ത് മണി, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വിത്ത് മണി. പൈസയുമായി ബന്ധപ്പെട്ട് വേജസ് ആയിട്ട്, സാലറി, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, ലീവ് വിത്ത് പേ, മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് എക്സെട്ര. അപ്പൊ ഇതൊക്കെ ആയിട്ട് എന്താണ് കണക്ട് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ്. ഒരു ബോണസ് ഒക്കെ ഇടയ്ക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു ഇതാണ്, മോട്ടിവേഷൻ ടെക്നിക്ക് തന്നെയാണ്. ഇനി അടുത്ത് നോക്കിയേ, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. ഇനി പൈസയല്ല, സാമ്പത്തികമായിട്ട് അല്ലാത്ത കുറച്ച് മോട്ടിവേഷൻ ടെക്നിക്കുകൾ ഉണ്ട്. ഇതിൽ കൂടുതൽ നമ്മൾ പഠിക്കാറുണ്ട് കേട്ടോ. പോയിന്റ് ഔട്ട് ചെയ്ത് പിന്നെയും പറയുന്നുണ്ട്. These motivators are not linked with monetary rewards. അല്ലെ? അതായത് പൈസയുമായിട്ട് ബന്ധപ്പെട്ട് നേരെ ബന്ധമുള്ള കാര്യമല്ല. പൈസയായിട്ടല്ല അവിടെ കൊടുക്കുന്നത്. അവിടെ എങ്ങനെയാ? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താ? വിലയിരുത്തുക. ഇങ്ങനെയാ പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രശംസ. ആൻഡ് പ്രസ്റ്റീജ്, അവരുടെ അന്തസ് അല്ലെ? അതൊക്കെ വിലയിരുത്തുക. നമ്മളോട് പറയാണ് നമുക്ക് നല്ലൊരു ഇപ്പൊ നമ്മൾ കമ്പനിയിലെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളെ അവർക്കൊരു എന്താ പറയാ ഒരു പ്രശംസ കൊടുക്കുകയാണ്. ആ മീറ്റിംഗിൽ അവരെ ഒന്ന് അനുമോദിക്കുകയാണ് അല്ലെ? ഒന്ന് പറയാണ് ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുമ്പോ തന്നെ
നമ്മളാകെ ഒന്ന് പൊങ്ങിയില്ലേ അല്ലേ? പൊങ്ങൂലേ? ആ കുറച്ച് പൈസ തന്നേക്കായി നമ്മള് ഡബിൾ ആയല്ലേ? പൈസ എന്നാ പൈസ നമ്മുടെ പോക്കറ്റിൽ കിടക്കുള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞ 4 ആളെ കേൾക്കെ നമ്മളെ ഒന്ന് പ്രശംസിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയല്ലേ? അല്ലേ? അതൊരു മോട്ടിവേഷൻ ആണ്. ഒന്നാമത്തെ ആയിട്ട് അതിനകത്ത് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഇതിലും വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടെ. ഏതൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ? അപ്പൊ അതിനകത്ത് പ്രോഫിറ്റ് ഷെയറിംഗ് അത് കയറി വരാട്ടോ. ഇൻക്ലൂഡ് ചെയ്യണതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ അപ്പൊ അത് രണ്ടും മനസ്സിലാക്കി വെച്ചാൽ മതി. ഫിനാൻഷ്യൽ മോട്ടിവേറ്റിംഗിൽ വരുന്ന ഏതൊക്കെയാണ്, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഒന്നാമത്തേത് എന്താ? നമ്മൾ അപ്രൈസൽ വിലയിരുത്താണ്. പ്രൈസ് ആൻഡ് പ്രിസ്റ്റീജ് എന്താണ്? നമുക്ക് പ്രശംസയും പ്രിസ്റ്റീജും ഒക്കെ വിലയിരുത്തുന്നു. അപ്രൈസൽ കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു കോമ ഇട്ടോ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 ആളുടെ മുന്നിലൊക്കെ വെച്ചിട്ട് നല്ലൊരു പ്രശംസ വരെയാണ്, നല്ല ക്ലാപ്പൊക്കെ ചെയ്ത് പൈസ ആയിട്ടല്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മൾ ഓൾറെഡി എന്താവും? നമുക്കൊരു വലിയൊരു അംഗീകാരം അവിടെ കിട്ടിയില്ലേ? അങ്ങനെ. രണ്ടാമത് നോക്കിയേ, സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. സ്റ്റാറ്റസ്, പദവിയും അഭിമാനവും. അവർക്കൊരു നല്ലൊരു പദവി കൊടുക്കാം. കണ്ടോ? രണ്ടാമത്തെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കുകളായിട്ട് സൂത്രങ്ങളാണ് ഈ പറയുന്നത്. ഏതാണ്? സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. അവർക്ക് നല്ല പദവിയും എന്ത് ചെയ്യാം, അതുപോലെ തന്നെ അഭിമാനവും. ഓക്കെ, മാനേജ്മെന്റ് ഓഫൺ satisfy these needs by establishing status symbol and distinction in its organization by supplying costly furniture. അപ്പൊ എങ്ങനെയാണ്? അവർക്കൊരു നല്ലൊരു പദവി. അപ്പൊ നമുക്ക് എന്താ പറയാ, നിങ്ങൾ നല്ല പെർഫോമൻസ് ഇതൊക്കെയാണ്, നമുക്കൊരു മോട്ടിവേഷൻ പോലെ നമ്മൾ ഒരു കുറച്ചും കൂടി ഒരു നല്ലൊരു ഇത് കൊടുക്കുകയാണ് അവർക്ക് അല്ലെ? അവർക്ക് കോസ്റ്റ്ലി ഫർണിച്ചർ. അപ്പൊ മറ്റുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്ലെ, അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് കോസ്റ്റ്ലി ഫർണിച്ചർ കൊടുക്കാം. ഇച്ചിരി കൂടി വിലപിടിപ്പുള്ള നല്ല കറങ്ങണ കസേര അല്ലെ, കറങ്ങുന്ന രീതിയിലുള്ള. സാധാരണ മറ്റുള്ള സ്റ്റാഫിന് ചിലപ്പോൾ സാധാ കസേര കൊടുക്കുമ്പോൾ ഇവർക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള, അതായത് കറങ്ങണ കസേര കൊടുക്കാം അല്ലെ? അപ്പൊ നമ്മൾ കറങ്ങണ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ വലിയൊരു ഇതല്ലേ? അതുപോലെ തന്നെ കാർപ്പറ്റ് ഓൺ ഫ്ലോർ, ഫ്ലോറിൽ കാർപ്പറ്റ് കൊടുക്കാം. പിക്ചേഴ്സ് ഓൺ ദ വാൾസ്, വാൾസിൽ നല്ല മനോഹരമായിട്ടുള്ള പിക്ചറുകളൊക്കെ വെക്കാം. എ പേഴ്സണൽ അസിസ്റ്റന്റ്, കേട്ടോ, ഒരു അസിസ്റ്റന്റിനെ കൊടുക്കാം. പേഴ്സണൽ അസിസ്റ്റന്റിനെയും അവർക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെ അവർക്കുടെ പദവിയും അഭിമാനവും ഉയർത്താം. അതൊരു മോട്ടിവേഷൻ ടെക്നിക്കാണ്. ഏത് മോട്ടിവേഷൻ അത്? നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണത്. ക്ലിയർ ആയോ? രണ്ടാമത്തെ കാര്യം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ. അതിനകത്തെ പോയിന്റ്സ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യാതെ ലാസ്റ്റത്തെ 3-4 വരുന്നുണ്ട്. അത് ഞാൻ ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ് അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് തന്നെ എടുക്കണം. ഇതിന്റെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ പദവി അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് നല്ലൊരു അഭിമാനം, പ്രൈഡ്, അഭിമാനവും നല്ലൊരു നിലയിൽ കൊടുക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? നല്ല ഫർണിച്ചറുകൾ, കോസ്റ്റ്ലി ആയിട്ടുള്ള കറങ്ങണ കസേര പോലുള്ള ഫർണിച്ചർ, കാർപ്പറ്റുകൾ, ഫ്ലോറിലൊക്കെ കാർപ്പറ്റ് വിരിച്ചു കൊടുക്കാം. അവരിയ്ക്കുന്ന റൂമിന്റെ പിക്ചേഴ്സിലൊക്കെ, വാൾസിലൊക്കെ നല്ല പിക്ചേഴ്സ് ഒക്കെ കൊടുക്കാം. പിന്നെ അവർക്ക് വേണമെങ്കിൽ ഒരു അസിസ്റ്റന്റിനെ ആകും കൊടുക്കാം. ഓക്കെ, അടുത്തതാണ് കോമ്പറ്റീഷൻസ്. കോമ്പറ്റീഷൻസ്. Individuals are not expected to compete with one another if they feel they have chance to win and satisfy their ego. എന്താണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമില്ല അല്ലെ? ഒരു പരസ്പരം മത്സരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ എന്താണ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ എന്തെങ്കിലും അവർക്ക് നമ്മളിപ്പോ ഒരു കമ്പനിയിൽ ഇതുപോലെ തന്നെ അവരുടെ ഇടയിൽ ചെറിയ രീതിയിൽ ഒരു കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ പരസ്പരം വിജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? കോമ്പീറ്റ് ചെയ്യും അല്ലെ? അവർ പരസ്പരം ആരാണ് വിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഇപ്പൊ നമ്മളോട് പറയുകയാണ് എന്തെങ്കിലും ഒരു വർക്കോ കാര്യങ്ങളോ ഏൽപ്പിച്ചിട്ട് അതിൽ ബെസ്റ്റ് പെർഫോം ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു റിവാർഡ് പോലെയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. എന്ത് ചെയ്യും? എല്ലാവരും അത് കിട്ടാൻ വേണ്ടി അത് മത്സരിക്കൂലേ? അല്ലേ? മത്സരിക്കൂലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുന്നു? അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തും അല്ലെ? ചിലരൊന്നും തളഞ്ഞാവനായിട്ട് ഇരുന്ന ആളുകളായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അവരും മറ്റുള്ളവർ ചെയ്യുന്നവരെ വേഗം ഒരു കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും അല്ലെ? ആ ഒരു റിവാർഡ് നമുക്ക് കിട്ടണം, അതിന് ഞാൻ വിൻ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്താവര് അവരുടെ പെർഫോമൻസ് കൂട്ടും. അതൊരു മോട്ടിവേഷൻ അല്ലേ? അവരെ ഒരു മോട്ടിവേറ്റ് ചെയ്യിക്കല്ലേ? എന്താണ് കമ്പനിക്ക് എന്താ ആവശ്യം?
ആ കമ്പനിയുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തണം, ഗോൾസ് അറ്റൈൻ ചെയ്യണം. ആ ഗോൾസിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവർക്കുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തണം, അല്ലെ? എംപ്ലോയീസിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തണം. അതിനുവേണ്ടി ഈ മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ടെക്നിക്കുകളാണ് ഈ കൊടുത്തേക്കുന്നത്. അതാണ് എന്ത് ചെയ്യണം? അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കാണ്. ആ കമ്പനിയുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി അവരെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യിക്കും. അവരെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രചോദിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള ഒരു പോയിന്റ് വരുന്നുണ്ട് അതില്. അടുത്ത നോക്കിയേ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ? അധികാരം ഏൽപ്പിക്കാന്ന്. അധികാരം ഏൽപ്പിക്കാം, കണ്ടോ? Delegation of authority, അധികാരം ഏൽപ്പിക്കാം. The delegation of substantial amount of responsibility to carry out a given task often proves to be a strong motivating force. ഇതെന്താ പറഞ്ഞേക്കുന്നത്? അധികാരം, ഒരു നിശ്ചിത ജോലി അവരെ നിർവഹിക്കുന്നതിന്, കണ്ടോ, അത് ഗണ്യമായ അളവില് അവർക്കൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാം. അപ്പൊ ഇപ്പൊ നമ്മുടെ ഇടയില് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തില്, ഞാൻ പറയാം, അപ്പൊ ആരാണ് ഇവിടെ? ശരണ്യാണ് ഞാനൊരു കാര്യം, നമ്മുടെ ക്ലാസ്സില് 17 പേരുണ്ട്. അതില് ശരണ്യക്കുട്ടിക്ക് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഉത്തരവാദിത്തം ഞാൻ ഏൽപ്പിച്ചു. നാളെ എല്ലാവരും മോർണിംഗ് ഈ 10:30 ആവത്തെങ്കിൽ കയറണം. അപ്പൊ അത് ശരണ്യ എല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ ഒരു 10:30 എല്ലാവരും കയറണം എന്നുള്ള ഒരു ഇത് ഞാൻ ശരണ്യനെ ഒരു ചുമതല ഞാൻ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ശരണ്യക്ക് തോന്നാം, അല്ലെ? കണ്ടോ, ക്ലാസ്സിൽ ഇത്രയും പേരുണ്ടാകുന്നിട്ട് മാം എന്നെയാണ് ആ കാര്യം ഏൽപ്പിച്ചത്, തോന്നില്ലേ? സ്വാഭാവികമായിട്ടും, അല്ലെ? അപ്പൊ ശരണ്യക്ക് എന്താണ്? ഒരു മോട്ടിവേഷൻ ആണ്, ആണോ? ഇപ്പൊ നമ്മളൊരു കമ്പനിയില് ഒരു 50 പേരുണ്ട്, 50 വർക്ക് എംപ്ലോയീസ് ഉണ്ട്. അതിൽ ഒരാളെ ഞാൻ സെലക്ട് ചെയ്യാണ്. അവരെ എന്തെങ്കിലും ഒരു അധികാരം കൊടുക്കുമ്പോൾ എന്താണ്, മറ്റുള്ളവരും എന്താ അതുപോലെ കിട്ടണം എന്നൊരു ചിന്ത വരില്ല അവർക്കും. അല്ലെങ്കിൽ അവർക്ക് ആ അധികാരം കൊടുക്കുന്ന ആൾക്കാരെങ്കിലും തോന്നാം, കണ്ടോ ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് എന്നെയാണ് അതിന് ചുമതലപ്പെടുത്തിയത്. അപ്പൊ എന്താ പറയാ, അവര് ഒരു മോട്ടിവേറ്റ് ചെയ്യിക്കുക, എന്താ പറയാ, കുറച്ചും കൂടി അവരുടെ പെർഫോമൻസ്, കണ്ടോ ഞാനപ്പൊ വലിയ ആള്, അല്ലെങ്കിൽ എന്നെ അവരിത് ചെയ്തേക്കാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അവരുടെ പെർഫോമൻസ് അവര് മെച്ചപ്പെടുത്തും. മനസ്സിലായോ? അപ്പൊ അതാണ് എന്തെങ്കിലുമൊക്കെ ഒരു അധികാരം കൊടുക്കാം. അതും ഒരു നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ തന്നെയാണ്. ക്ലിയർ ആയോ അത്? അപ്പൊ അതൊരു ശക്തമായിട്ടുള്ള ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ, അടുത്ത നോക്കി എന്താ? പാർട്ടിസിപ്പേഷൻ. ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം. പാർട്ടിസിപ്പേഷൻ, പങ്കാളികളാക്കുക, അല്ലെ? അതായത് എന്താ നോക്കിയേ, പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് ബോത്ത് ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൻവോൾവ്മെന്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ആൻ ആക്ടിവിറ്റി, പർട്ടിക്കുലർലി ഇൻ ദാറ്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. കണ്ടോ, ആ കമ്പനിയിലെ എന്തെങ്കിലും ഡിസിഷൻ, തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോഴേക്കും അവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ അഞ്ജനേനെ വിളിക്കുകയാണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു വലിയൊരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കേണ്ട കാര്യത്തിലാണ്. അപ്പൊ അത് നിങ്ങളുടെ ഈ എന്താണ്, നിങ്ങളുടെ 16 ബാച്ചിന്ന് അഞ്ജനനെ ഞാൻ സെലക്ട് ചെയ്യാണ്. ആ കുട്ടീനെയും കൂടി അതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഓൾറെഡി എന്താ പറയാ, ആ കുട്ടിക്ക് ഒരു മോട്ടിവേഷൻ ആയില്ലേ? അല്ലേ? അതുകൊണ്ട് ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് എന്നെ ആ ഡിസിഷൻ മേക്കിൽ എന്നെയും കൂടി അവിടെ പങ്കാളികളാക്കി, അല്ലേ? ആവണേയും ശരണ്യ, അല്ലെ? നമ്മളെ പാവണീനെയാണ് വിളിക്കണേ, അല്ലെങ്കിൽ ശരണ്യനെയാണ് വിളിക്കണേ, ദേവികേനെയാണ് വിളിക്കണേ, കണ്ടോ? അങ്ങനെ നിങ്ങളെയും കൂടി അതിനകത്തേക്ക് ഉൾപ്പെടുത്തുമ്പോ നമുക്ക് എന്റെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തിയല്ലോ, അല്ലെ? അപ്പൊ നമ്മൾ അതെന്താണ്, ഓൾറെഡി മോട്ടിവേറ്റ് ആണ്. അതാണ് അടുത്തത് കേട്ടോ, പാർട്ടിസിപ്പേഷൻ. ഒരു വലിയൊരു ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മുടെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കുക, ഉൾപ്പെടുത്തുക, ഫിസിക്കലി ഓർ മെന്റലി, കേട്ടോ, ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൻവോൾവ് ചെയ്യിക്കുക. അതും ഒരു മോട്ടിവേഷൻ ടെക്നിക്കാണ്. അടുത്ത നോക്കിയേ, പാർട്ടിസിപ്പേഷൻ വരെ പറഞ്ഞില്ലേ? ഇത്രയൊന്ന് നോക്കട്ടെ, പോയിന്റ്സുകൾ മാത്രം ഇത്രയൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. അപ്പൊ ഏതൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനിൽ നമ്മൾ പറഞ്ഞത്? എനിക്കാ നോക്കിയേ, അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്, അവർക്ക് അന്തസ്സ്, അഭിമാനം, അല്ലെ? അതൊക്കെ വിലയിരുത്തുക. സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്, അവർക്കൊരു നല്ലൊരു നില, അല്ലെ? ഒരു പൊസിഷൻ അങ്ങനെ കൊടുക്കുക അവർക്ക്. അതുപോലെ നല്ല കോസ്റ്റ്ലി ഫർണിച്ചർ, കാർപ്പറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്ത് ഒരു സ്റ്റാറ്റസ്, പദവിയൊക്കെ കൊടുക്കുക. ദെൻ അവർക്കുടെ ഇടയിൽ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ കാര്യം കൊടുക്കുക. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അധികാരം ഏൽപ്പിക്കുക.
എന്തെങ്കിലും കാര്യത്തിന്റെ ഒരു അധികാര ചുമതല അവരിൽ ഏൽപ്പിക്കുക. ദെൻ അടുത്തത് പാർട്ടിസിപ്പേഷൻ, വലിയൊരു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെയാണോ? ഇനി ഇത് മൂന്നും അടുത്ത് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്തില്ല. ജോബ് എൻലാർജ്മെന്റ് എന്താണ്, ജോബ് റൊട്ടേഷൻ എന്താണ്, ജോബ് എൻറിച്ച്മെന്റ് എന്താണ്, റീഇൻഫോഴ്സ്മെന്റ്. ഇത്രയും 4 കാര്യങ്ങൾ ഈ പോയിന്റ് മാത്രമല്ല അതിന്റെ ഉള്ളിലുള്ള ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നോക്കിയേ, ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്തോട്ടോ. ജോബ് എൻലാർജ്മെന്റ്, എൻലാർജ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ജോലി വർദ്ധിപ്പിക്കുക എന്നാണ്, അല്ലെ? ജോലി വർദ്ധിപ്പിക്കുക, ജോബ് എൻലാർജ്മെന്റ്. It is the process of increasing the complication of the job with a view to appealing to the higher order needs of the workers. ഇത്രയുള്ളൂ. It is the process of increasing the complication of the job. കണ്ടോ? അതായത് കുറച്ചും കൂടിയും എന്താ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടാസ്ക് നിറഞ്ഞ ജോലികള് കൊടുക്കുക. പണ്ടത്തെ ജോലിയിൽ നിന്ന് കുറച്ചും കൂടി ജോലി വർദ്ധിപ്പിക്കുക. മനസ്സിലായോ? ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ എംപ്ലോയീസിലും കൊടുക്കുന്ന ജോലിയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ടാസ്ക് ഉള്ള ജോലി, കണ്ടോ, കൂടുതലുള്ള ഒരു ജോലി വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അവര് മോട്ടിവേറ്റ് ആവും. കണ്ടോ, മറ്റാൾക്കും കൊടുക്കാത്ത എന്നെയാണ് ഏൽപ്പിച്ചത്, അപ്പൊ ഞാനത് നന്നായിട്ട് ചെയ്യുന്നുള്ളതുകൊണ്ടല്ലേ, അല്ലേ? ഞാൻ ഇത്രയും കുട്ടികളുണ്ട്, ഒരാളെ ഇപ്പൊ ഞാൻ അങ്ങനെ പറയല്ല കേട്ടോ. അപ്പൊ അയ്യോ അത് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ശരിയാവുമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിലാണെങ്കിലും കുറെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലേ? അങ്ങനെ കുറെ ആളുകൾ വർക്ക് ചെയ്യുന്നതില് സന്തോഷ് എന്ന് പറഞ്ഞ എവിടെ ഇല്ലല്ലോ, അല്ലെ? ആ സന്തോഷ് എന്ന് പറഞ്ഞ അതൊരു പേര് പറഞ്ഞാണ്. സന്തോഷ് എന്ന് പറഞ്ഞ ഒരാളെയാണ് ഞാൻ ആ ജോലി ഏൽപ്പിക്കുന്നത്. കുറച്ചും കൂടി ടാസ്ക് നിറഞ്ഞതാണ്, അല്ലെ? അങ്ങനെയുള്ള ജോലി ഏൽപ്പിക്കുക. അപ്പൊ അയാൾക്ക് ഓൾറെഡി എന്ത് തോന്നാം, അല്ലെ? ഓ, ഇത്രയും കമ്പനിയില് ഈ 10,000 പേരുണ്ടായിട്ട് എന്നെയാണ് അതിൽ സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ എന്നിലാണ് ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്, അല്ലെ? ഒരു മോട്ടിവേഷൻ അല്ലേ അവർക്ക്, അല്ലെ? അതാണ്. അതായത് നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം അവിടെ പറയുന്നത് നോക്കിയേ, ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ കോംപ്ലിക്കേഷൻ ഓഫ് ദ ജോബ്. അത്ര അണ്ടർലൈൻ ചെയ്തിട്ടേ, job with the view to appealing to the higher order needs of the workers. അവരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലി കൊടുക്കുന്ന രീതി. അവിടെ ഒരു കാര്യം നോക്കി എന്താണ്, അതത്ര ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ കോംപ്ലിക്കേഷൻ ഓഫ് കോംപ്ലിക്കേഷൻ തന്നെ കണ്ടാൽ തന്നെ അറിയാലോ, കുറച്ചും കൂടി റിസ്ക് കൂടുതലുള്ള ജോലി കൊടുക്കുന്നു. അതെന്താണ്? ജോബ് എൻലാർജ്മെന്റ് ആണ്. ജോബ് എൻലാർജ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞേട്ടോ, ജോബ് എൻലാർജ്മെന്റ് ഈസ് ദ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ. എന്താണ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ? നേരെ, അല്ലെ? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെയുള്ളതല്ലേ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് ടാസ്ക് അക്രോസ് ദ സെയിം ഓർഗനൈസേഷൻ ലെവൽ. ആ ലെവൽ അത് തന്നെയാണ്. നമ്മുടെ ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞില്ല, അതേപോലെ തന്നെ. അതായത് അവരുടെ ജോലിയിൽ ഹൊറിസോണ്ടൽ എക്സ്പാൻഷനാണ്. അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ഒക്കെ സെയിം ലെവൽ തന്നെയാണ്. പക്ഷെ എന്താ, കുറച്ചുകൂടി വലിയൊരു ടാസ്ക് കൊടുത്തു എന്ന് മാത്രം. ക്ലിയർ ആയോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ജോബ് എൻലാർജ്മെന്റ് ഈസ് എ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാസ്ക്. അത് ചോദിക്കാം കേട്ടോ, വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ എന്നൊക്കെ അത് ചോദിക്കാം. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാസ്ക് അക്രോസ് ദ സെയിം ഓർഗനൈസേഷൻ ലെവൽ. മനസ്സിലായോ? ആ ഉള്ള ജോലി, അതായത് ഏത് പൊസിഷനിലാണോ അവരിക്കുന്നത് അത് തന്നെ. പക്ഷെ എന്താണ്, കുറച്ചും കൂടി ടാസ്ക് നിറഞ്ഞ ജോലി അവർക്ക് കൊടുക്കുകയാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലി കൊടുക്കുകയാണ്. അപ്പൊ അതായത് ജോലി വർദ്ധിച്ചില്ലേ, അല്ലെ? പണ്ട് പതുക്കെ പതുക്കെ ഇരുന്ന് ചെയ്യേണ്ട ജോലി ഇപ്പോൾ കുറച്ചും കൂടി ടാസ്ക് ആയിട്ടുള്ള കുറച്ചുകൂടി വലിയ ജോലി കൊടുത്തു. അതാണ് ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. ജോബ് എൻലാർജ്മെന്റ് ഈസ് എ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ. അടുത്തത് നോക്കിയേ, ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്താണ്? ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ജോബ് റൊട്ടേഷൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. അത് പേരിൽ നിന്ന് തന്നെ അറിയാലോ, റൊട്ടേറ്റ് ചെയ്യാൻ, മാറ്റാണ്. അതായത് ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, എംപ്ലോയിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. അതാണ് ജോബ് റൊട്ടേഷൻ. അണ്ടർലൈൻ ചെയ്തോട്ടോ. It indicates
ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. കണ്ടോ, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് അവർ എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു, മാറ്റി. ഓക്കെ, ടു റെഡ്യൂസ്, എന്തിനു വേണ്ടിയാ, മൊണോട്ടണി. മൊണോട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ രീതി കുറയ്ക്കാൻ. ആൻഡ് ബോർഡം. ബോർഡം എന്ന് പറഞ്ഞാൽ എന്താ, വിരസത അല്ലെ. അതായത് എന്നും ഒരേ ജോലി ചെയ്യുന്നത്. എന്നും ഒരേ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അത് കുറെ ബോറടിക്കും അല്ലെ. നമുക്ക് എന്താ പറയാ, ഒരു വിരസത, ഒരേ രീതി തന്നെ ഫോളോ ചെയ്യുമ്പോൾ ഒരു വിരസത വരും. അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ, ഒരു ബോറടിക്കും അല്ലെ. എന്നും സെയിം വർക്ക് തന്നെ, രാവിലെ വന്നു വൈകുന്നേരം വരെ അത് തന്നെ, അതിലൊരു മാറ്റമില്ല. അങ്ങനെ നമ്മൾ വരുമ്പോൾ എന്താ, നമുക്ക് ആ ജോലിയിൽ ഒരേ രീതി ഫോളോ ചെയ്യും. മൊണോട്ടണി എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ രീതി ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ വിരസതയൊക്കെ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ഇടയ്ക്ക് ആ ജോലി റൊട്ടേറ്റ് ചെയ്യും. ഒരു ജോലി ഇന്നിപ്പോ ചെയ്യുന്ന ജോലി കുറച്ചു ദിവസം ചെയ്ത് കഴിയുമ്പോ വേറെ ജോലി ആക്കി കൊടുക്കും. മനസ്സിലായോ? അതാ വ്യത്യാസം മനസ്സിലായോ? ആ എന്നും ഒരേ ജോലി തന്നെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ വിരസതയൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലി മാറ്റി കൊടുക്കുന്നു. അതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. To increase the skill and knowledge of the employee about the related job. കണ്ടോ, these are the main objectives of the job rotation. അതും കൂടി അണ്ടർലൈൻ ചെയ്തിട്ട് ഒബ്ജക്റ്റീവ് എന്താ, അവർക്കുടെ സ്കില്ലും നോളജും പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലിയല്ല, എനിക്ക് 2-3 ദിവസം കഴിയുമ്പോൾ വേറൊരു ജോലിയാണെങ്കിൽ അതിന് കുറച്ചും കൂടി കഴിവും നോളജൊക്കെ വേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പൊസിഷനിലേക്ക് നമ്മളെ മാറ്റുമ്പോൾ, എന്തിനു ചെയ്യുന്ന ജോലി അല്ലാട്ടോ, വേറൊരു ജോലിയിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് എന്ത് വേണം, ആ ജോലി ചെയ്യാൻ കുറച്ചും കൂടി കഴിവും നോളജ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ഞാൻ കുറച്ചും കൂടി റെഫർ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ എന്തെങ്കിലും കുറച്ചും കൂടി റെഫർ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്റെ കഴിവുകളും നോളജും ഒക്കെ ഇൻക്രീസ് ചെയ്യണം അല്ലെ. അത് ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സ്കില്ലും നോളജും ഒക്കെ എംപ്ലോയീസിന്റെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ജോബ് റൊട്ടേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്നും ചെയ്യുന്ന ജോലിയാണെങ്കിൽ അത് തന്നെ മതി അല്ലെ, അത്രയും നോളജ് മതി, അത്രയും സ്കില്ലും മതി. ശരിയല്ലേ പറയണേ? ഇവിടെ ഇല്ല എല്ലാവരും, ദേവികക്കില്ലേ അല്ലെ? എന്ന് നമ്മൾ ഒരേ ജോലി ചെയ്യുകയാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, എന്നും വരുന്നു അത് തന്നെ ചെയ്യാം അല്ലെ. അപ്പൊ വേറെ പ്രത്യേകിച്ച് വേറൊരു സ്കില്ലോ അല്ലെങ്കിൽ നോളജോ ഒന്നും വേണ്ട, നമുക്കറിയാം ഓൾറെഡി. എന്നാൽ ആ ജോലിയിൽ നിന്ന് വേറൊരു വ്യത്യസ്ത ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഇടുകയാണെങ്കിൽ അവിടെ നമ്മുടെ നോളജ് നമ്മൾക്ക് കുറച്ചും കൂടി കൂട്ടേണ്ടി വരും, അറിവുകൾ കുറച്ചും കൂടി നമുക്ക് അത് ചെയ്യാൻ വേണ്ടി വരും അല്ലെ. ആ ജോലിയുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി അറിവും കഴിവുകളും ഒക്കെ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അത് അങ്ങനെ വർദ്ധിപ്പിക്കുക, എംപ്ലോയിയുടെ സ്കില്ലും നോളജും വർദ്ധിപ്പിക്കുക, അതാണ് ഈ ജോബ് റൊട്ടേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആക്കിയോ? ആ 2 സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്തിടാം. അടുത്ത് നോക്കിയേ, ജോബ് എൻറിച്ച്മെന്റ് ആണ്. എന്താണ് ജോബ് എൻറിച്ച്മെന്റ്? സമ്പുഷ്ടീകരണം എന്ന് പറയും കേട്ടോ. ഇത് വർദ്ധിക്കാന്നുള്ളൊരു ഇത് തന്നെയാണ് മീനിങ് കേട്ടോ. It is the form of a changing or improving the job so that the worker is likely to be more inspired. എന്താ പറഞ്ഞേക്കണേ? അതായത് ഒരു എംപ്ലോയിക്ക് കൂടുതൽ ഇൻസ്പയർഡ്, പ്രചോദനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. Okay, it is the form of changing or improving the job. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. It is the form of changing, മാറ്റം വരുത്താണ് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാണ്. A job so that the worker is likely to be more inspired. അവർ കൂടുതൽ ഇൻസ്പയർഡ് ആവും അല്ലേ. അതായത് it is a vertical. അതൊന്ന് ശ്രദ്ധിച്ചേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ആ പ്രൊമോഷൻ ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ അതായത് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ എന്താണ് ആ ജോബ് ഇതിവിടെ എന്ന് പറഞ്ഞാൽ ഒരു താഴെ ലെവലിൽ നിന്ന് ഇച്ചിരി കൂടി മുകളിലേക്ക് കൊടുക്കുക. കണ്ടോ, അതാ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ എക്സ്പാൻഷൻ. വെർട്ടിക്കൽ എക്സ്പാൻഷൻ. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞത് ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ, ഹൊറിസോണ്ടൽ ആയിരുന്നു. പക്ഷേ ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് എ വെർട്ടിക്കൽ എക്സ്പാൻഷൻ. കണ്ടോ, ഇത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് ആദ്യം അണ്ടർലൈൻ ചെയ്തിട്ടേ. വർക്കേഴ്സിനെ കുറച്ചും കൂടി ഇൻസ്പയർഡ് ചെയ്യാനായിട്ട്, മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു ചേഞ്ചിങ് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവിങ്, ജോബിൽ ഒരു ഇംപ്രൂവ്മെന്റ് വരുത്തുന്ന രീതിയാണ്. അതായത് താഴെ ഉണ്ടായിരുന്ന ഒരു പൊസിഷൻ അതിൽ നിന്നും കുറച്ചും കൂടി ഉയർന്ന ഒരു പൊസിഷനിലേക്ക് ജോലി നൽകുന്നു. കണ്ടോ, അതാണ് ജോബ് എൻറിച്ച്മെന്റ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത്.
എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, മാറിപ്പോരുത്. ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ്. അതെങ്ങനെയാണ് വെർട്ടിക്കൽ ആണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് എങ്ങനെയാ നേരെ മുകളിലേക്ക് കേട്ടോ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല വന്നത്, വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ്. അതായത് ഇറ്റ് ഈസ് ദ ഫോം ഓഫ് ചേഞ്ചിങ് ഓർ ഇംപ്രൂവിംഗ് എ ജോബ് സോ ദാറ്റ് ദ വർക്കർ ഈസ് ലൈക്ലി ടു ബി മോർ ഇൻസ്പേർഡ്. കണ്ട, കൂടുതൽ ഇൻസ്പേർഡ് ചെയ്യാനായിട്ട് ഇത് ജോബ് ഇംപ്രൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ ജോബിൽ മാറ്റം വരുത്തുകയാണ്. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. അതിന്റെ രണ്ടാമത്തെ സെന്റൻസ് കൂടെ നോക്കിയേ. വെർട്ടിക്കൽ എക്സ്പാൻഷൻ. ഇതെങ്ങനെയുള്ളതാണ് വികസനം? വെർട്ടിക്കൽ, നേരെ മുകളിലേക്ക്, ഉയർന്ന താഴെയുള്ള പൊസിഷനിൽ നിന്ന് ഉയർന്നതിലേക്ക്. ഓഫ് ദ റോൾസ്. അപ്പൊ അവർക്കുടെ റോൾസ് മാറ്റം വരൂലേ? റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസം വരൂലേ? അതോറിറ്റി ഇതിലൊക്കെ വ്യത്യാസം വരും. കണ്ടോ? The employee is provided with a opportunity for greater recognition, advancement, growth and responsibility. എംപ്ലോയിക്ക് എന്ത് ചെയ്യുന്നു? കൂടുതൽ അംഗീകാരം. ആ ഒരു പൊസിഷൻ മാറിക്കഴിയുമ്പോൾ കൂടുതൽ റിക്കഗ്നീഷൻ, അംഗീകാരം കിട്ടുന്നു. അഡ്വാൻസ്മെന്റ്, അല്ലെ, ഒരു കുറച്ചും കൂടി എന്താ, ഒരു പുരോഗതി, ഗ്രോത്ത്, വളർച്ച, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്നിവയ്ക്കുള്ള ഒരു അവസരം എംപ്ലോയിക്ക് നൽകുന്നു. ജോബ് ചേഞ്ചിങ് അല്ലെങ്കിൽ ജോബ് എൻറിച്ച്മെന്റിലൂടെ അത് എംപ്ലോയിക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ് കൂടി. എംപ്ലോയി ഈസ് പ്രൊവൈഡഡ് വിത്ത് എന്ത് ചെയ്യുന്നു? ഓപ്പർച്യൂണിറ്റി ഫോർ, നല്ലൊരു അംഗീകാരത്തിനുള്ള, അഡ്വാൻസ് പുരോഗതിക്കുള്ള, അവർക്ക് കുറച്ചും കൂടി വളരാനുള്ള, റെസ്പോൺസിബിൾ ഉത്തരവാദിത്തങ്ങളിലും ഒക്കെ എന്ത് ചെയ്യുന്നു? ഒരു അവസരം നൽകുകയാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. The goal of the job enrichment is not just to make the work more varied, but to turn every employee into a manager. മൂന്ന് സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്യേണ്ടതാണ് കേട്ടോ. The goal എന്താണ്? ഈ ജോബ് എൻറിച്ച്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? ഈസ് നോട്ട് ജസ്റ്റ് ടു മേക്ക് ദ വർക്ക് മോർ വേരിയഡ്. അതായത് എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ വർക്കിനെ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ വർക്കിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, അവിടെ ജോലി കൂടുതൽ ശക്തമാക്കുക എന്ന് എന്താ പറയാ, അല്ലെങ്കിൽ വൈവിധ്യമാക്കുക എന്നുള്ളത് മാത്രമല്ല അതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. എന്തായി മാറും? ബട്ട് ടു ടേൺ എവരി എംപ്ലോയി into a manager. എന്തായി മാറാനുള്ള ഒരു അവസരമുണ്ട്. എല്ലാ എംപ്ലോയിക്കും എന്തായി മാറാനുള്ള അവസരമുണ്ട്? മാനേജറായിട്ട്. ഉണ്ടോ? എല്ലാ എംപ്ലോയിക്കും മാനേജറായി മാറാനുള്ള ഒരു അവസരമുണ്ട്. കണ്ടോ? ആദ്യം ഞാൻ വന്നപ്പോ ചെറിയ പൊസിഷനിലായിരുന്നു, പിന്നെ എന്ത് ചെയ്തു? കുറച്ചുകൂടി ഉയർന്നതാക്കിയായി, കുറച്ചും കൂടി, പിന്നെ കുറച്ചാൾ കഴിയുമ്പോ കുറച്ചും കൂടി ഉയർന്ന പൊസിഷൻ. അങ്ങനെ 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 വന്ന് 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 എന്ത് ചെയ്യുന്നു? എന്താണ് അവർക്ക് ഏതുവരെ ആകാം? ഏതുവരെ ആകാം? ടേൺ എവരി എംപ്ലോയി ഇൻടു എ മാനേജർ. എല്ലാ എംപ്ലോയിക്കും മാനേജർ ആകാനുള്ള ഒരു ഇതും കൂടിയുണ്ട്. ഏതിലൂടെ? ജോബ് എൻറിച്ച്മെന്റിലൂടെ. ക്ലിയർ ആയോ? മൂന്ന് കാര്യം കൃത്യമായോ? അതായത് ജോബ് എൻലാർജ്മെന്റ് എന്ന് വെച്ചാൽ ജോബ് വർദ്ധിപ്പിക്കുകയാണ്. അതായത് അവർക്കുടെ പൊസിഷനോ കാര്യങ്ങളൊന്നും മാറുന്നില്ല, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് കൊടുക്കും. ക്ലിയർ അല്ലേ? കുറച്ച് ഇൻക്രീസിങ് ദ കോംപ്ലിക്കേഷൻ ഓഫ് ദ ജോബ്. ആ ജോലിയിൽ തന്നെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും. അതാണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് മാറ്റി കൊടുക്കും. ഇതിനു വേണ്ടിയാ അവിടെ എന്നും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിരസത, അല്ലെ, ഒരേ രീതി ഫോളോ ചെയ്യുന്നത് ഉണ്ടാകുന്ന വിരസതയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ കുറച്ചും കൂടി മോട്ടിവേറ്റ്, ഇത് വേറെ ജോലിയാണല്ലോ, അപ്പൊ അത് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ വീണ്ടും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യും, അല്ലെ? അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ എന്താണ്? എംപ്ലോയി ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ദെൻ ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞ എന്താണ്? അതായത് അവിടെ ആ ലെവലില് വ്യത്യാസം വരിക. കണ്ടോ? ചേഞ്ചിങ് ഓർ ഇംപ്രൂവിങ് ദ ജോബ്. കണ്ടോ? എന്താണ്? അതായത് അവിടെ മാറ്റം വരികയാണ്. ഒരു താഴെ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഉയർന്ന പൊസിഷനിലേക്ക് മാറ്റം വരുത്താണ്. അതുകൊണ്ട് അത് എന്ത് എക്സ്പാൻഷൻ ആണെന്ന് പറഞ്ഞേ? വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ്. കണ്ടോ? റോൾസിൽ വ്യത്യാസം, റെസ്പോൺസിബിലിറ്റിയില്, അതോറിറ്റിയിലൊക്കെ വ്യത്യാസം വരാം. പിന്നെ എംപ്ലോയിക്ക് നല്ലൊരു അംഗീകാരം, അല്ലെ, പുരോഗതി, അവർക്ക് വളരാൻ, അവർക്കുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നല്ല ഇതാക്കാനൊക്കെ ഉള്ള ഒരു അവസരം കൂടിയാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഗോൾ എന്താ പറഞ്ഞേക്കുന്നേ? അതായത് വർക്കില് നല്ലൊരു വർക്ക് ഇതാക്കുക, അല്ലെങ്കിൽ വർക്ക് ഇംപ്രൂവ് ചെയ്യാന്നുള്ളത് മാത്രമല്ല അവിടുത്തെ ഒരു കാര്യം പറയുന്നത്. എല്ലാ എംപ്ലോയിക്കും മാനേജർ ആകാനുള്ള ഒരു അവസരമുണ്ട്. ക്ലിയർ ആയോ ഇത്രയും കാര്യം? ഓക്കെയാണോ? യെസ്.
ഇനി റീഇൻഫോഴ്സ്മെന്റ് ആണ് കേട്ടോ. റീഇൻഫോഴ്സ്മെന്റ് അതായത് ഇൻഫോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ശക്തിപ്പെടുത്തുക, ഒരു ഇൻഫോഴ്സ് കൊടുക്കുക കേട്ടോ. റീഇൻഫോഴ്സ്മെന്റ് എ പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ഈസ് റീഇൻഫോഴ്സ്മെന്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. ഒരു നല്ലൊരു പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ആണിത്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മോട്ടിവേഷൻ ടൂൾ ആണ്. മോട്ടിവേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് റീഇൻഫോഴ്സ്മെന്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ, ഈ റീഇൻഫോഴ്സ്മെന്റ് രണ്ട് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 പ്രിൻസിപ്പിൾസ്. ഏതൊക്കെയാന്ന് നോക്കിയാൽ 2 പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ. 2 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കിയാൽ എന്താണ്, ദ ക്വാളിറ്റി ഒന്നാമത്തെ നോക്കിയേ, 2 ഉള്ളൂ കേട്ടോ. എയും ബിയും ഉള്ളൂ, സി എന്നുള്ളത് വേണ്ട. അത് അതിന്റെ പോയിന്റ് പറയുന്നേക്കുന്നത് കേട്ടോ. A നോക്കിയേ, that the behavior which seems to lead a positive consequence or a reward tends to be repeated. അപ്പൊ റീഇൻഫോഴ്സ് ചെയ്യുക, അതായത് അവർക്ക് ഒരു മോട്ടിവേഷൻ ടൂൾ ആണ് അല്ലെ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ അവർക്കിടെ ഇതിനെ ഒന്ന് ശക്തിപ്പെടുത്തുക, അല്ലെ അവർക്കിടെ ആ പെർഫോമൻസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടൂളാണ്, മോട്ടിവേഷൻ ടൂളാണ്. അപ്പൊ അതിനകത്ത് അങ്ങനെ ചെയ്യുമ്പോൾ 2 രീതി വരാം. ഒന്ന് പോസിറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാക്കാം എംപ്ലോയീസിന്. ഇപ്പൊ നമ്മളൊരു 10 പേര് ചെയ്താൽ 10 പേരിലും പോസിറ്റീവ് ആയിട്ടുള്ള ഇത് അങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നത് മൂലം എന്താ, ഒരു പോസിറ്റീവ് കോൺസിക്വൻസ് അല്ലെ, അവർ കുറച്ചുകൂടി പെർഫോമൻസ് കൂടി. അതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പെർഫോമൻസ്, അവരുടെ പ്രകടനം കുറച്ചുകൂടി കൂടുന്നതാണ് പോസിറ്റീവ് അല്ലെ. നമ്മൾ ആ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തത് പോസിറ്റീവ് ആയില്ലേ, ഒരു പോസിറ്റീവ് ബിഹേവിയർ. and അവരുടെ ബിഹേവിയർ എന്തായി, പോസിറ്റീവ് കോൺസിക്വൻസ് ആയി. അതിന് നമ്മൾ ആ റീഇൻഫോഴ്സ്മെന്റ് ചെയ്തതില് കാര്യമുണ്ട് അല്ലെ. അങ്ങനെ ആകുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യാം നമുക്ക്. കണ്ടോ, tends to be repeated. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഇനി ബി നോക്കിയേ, why the behavior that seems to lead a negative. അവർക്കടെ അങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു, അതിലൂടെ അവർക്കുടെ ബിഹേവിയർ, സ്വഭാവത്തിൽ വേറെ മാറ്റം വന്നില്ല. എത്രയും കൊടുത്തിട്ട് കാര്യമില്ല, ഒരു മാറ്റവും വന്നില്ല. ഇനിയിപ്പോ അവര് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിലോ, by providing the properly the consequence leads to not to be repeated. അത് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുക, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെ, എത്ര കൊടുത്തിട്ടും കാര്യമില്ല, നെഗറ്റീവ് ആണ് അത്. എന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, എത്ര കൊടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പവർഫുൾ ടൂൾ ആണെന്നുള്ളത് നോക്കി വെക്കുക കേട്ടോ. Therefore, അതുകൊണ്ട് it is possible to influence the people's behavior only by providing the properly scheduled rewards. അപ്പൊ എങ്ങനെയാ, ശരിയായ ഷെഡ്യൂൾ ചെയ്ത പ്രതിഫലങ്ങൾ നൽകുന്നതിലൂടെ മാത്രമേ ആളുകളുടെ പെരുമാറ്റത്തെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റൂ അല്ലെ. പോസിബിൾ ഇൻഫ്ലുവൻസ് പീപ്പിൾ ബിഹേവിയർ എങ്ങനെ മാത്രമാണ്, only by providing the properly scheduled rewards അല്ലെ. അങ്ങനെ എന്തെങ്കിലും, അതായത് വെറുതെ അവരിതാവൂല. ചിലര് പറയേ ഇതായിട്ട് കാര്യമില്ല, നമുക്ക് വേറെ പ്രതിഫലമൊന്നുമില്ലല്ലോ, എന്താ നേരെ മറിച്ച് ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ നമുക്ക് തരുവാണെങ്കിൽ അല്ലെ, ഒരു നമ്മളിപ്പോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ചില മോട്ടിവേഷൻ ടെക്നിക്കുകളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് അതിനനുസരിച്ച് ആളുകളുടെ സ്വഭാവത്തില് സ്വാധീനിക്കാൻ പറ്റും, അവരുടെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും. പെർഫോമൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസിലേക്ക് ചെല്ലാനും പറ്റും. ഓക്കെ, അടുത്ത നോക്കിയേ, 2 കുഞ്ഞു കാര്യം കൂടെ ഉള്ളൂ. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഇനി ആ വർക്കിന്റെ ക്വാളിറ്റി ഇല്ലേ, ക്വാളിറ്റി, ഗുണമേന്മ, അത് നോക്കാം കേട്ടോ. ഇറ്റ് മീൻസ് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പേഴ്സൺ. എല്ലാവരും ചെയ്യുന്നത് ഒരേ ക്വാളിറ്റി ആയിരിക്കും, ഒരേ ക്വാളിറ്റിയിലായിരിക്കും എല്ലാവരുടെയും വർക്ക്, വ്യത്യാസം വരാം അല്ലെ. ഇറ്റ് മീൻസ് opportunity for advancement, creative task and a successful career to entrant എന്ന് പറഞ്ഞാൽ ആരാണ്, പ്രവേശകൻ, പുതിയ ആളുകളെ, ന്യൂജൻ എന്നല്ല, ആ കമ്പനിയിലേക്ക് പുതിയ പുറത്തു നിന്നൊക്കെ അല്ലെങ്കിൽ പുതിയ എംപ്ലോയീസിനെ വരുമ്പോഴേക്കും എന്തൊക്കെയാണ് അവർക്ക് ആ ഒരു എന്താ പറയുക, കുറച്ചുകൂടി എന്താ പുതിയ ഒരു ഇതാണ്. അപ്പൊ അഡ്വാൻസ്മെന്റിന് അല്ലെങ്കിൽ മുന്നേറാനും ക്രിയേറ്റീവ് ടാസ്കുകൾ ചെയ്യാനും അതുപോലെ തന്നെ കരിയറിൽ സക്സസ്ഫുൾ ആവാനും പറ്റും അല്ലെ. ഫ്ലെക്സിബിൾ, ഓക്കെ, അതാണ് അതിനകത്ത് അത്രേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ആളുകളുടെ ക്വാളിറ്റി നോക്കിയിട്ട് അത്തരം ആളുകൾക്ക് ജോബ് പ്രൊവൈഡ് ചെയ്യുക. ക്വാളിറ്റി നോക്കിയിട്ട്, അതായത് പുതിയ
പുതിയതായിട്ട് അതിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാകുമ്പോൾ അവർ ജോലിയിൽ കുറച്ചുകൂടി ക്രിയേറ്റീവ് ടാസ്കുകൾ ഉണ്ടാവും അല്ലെ. അവർക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ടാസ്കുകൾ ഉണ്ടാവും. പിന്നെ അല്ലേ പണ്ടുള്ള ആളുകളും ഇപ്പത്തെ ആളുകളും അങ്ങനെ ഒരു വ്യത്യാസം വന്നില്ലേ? പണ്ട് ആ കമ്പനിയിൽ ഒരു 30 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആളെ പോലെ ആവോ ഇന്ന് പഠിച്ചിറങ്ങിയ കുട്ടികള്? അവർക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ടാസ്കുകളൊക്കെ ഉണ്ടാവും അല്ലേ? അല്ലേ? ഇപ്പൊ നമ്മള് ന്യൂജനിലൊക്കെ നമ്മൾ പറയില്ലേ അവർക്ക് ഇപ്പത്തെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനും അല്ലെ ടെക്നിക്കലി അവരെല്ലാം കുറച്ചുകൂടി സ്കിൽഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞേക്കണേ. അങ്ങനെ ആളുകളുടെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് അത്തരം ആളുകൾക്ക് ജോബ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. പുതിയ ആയിട്ടുള്ള ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കുക. അതാണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ലാസ്റ്റ് തോരണം കൂടി ഉള്ളൂ. അത് അടുത്ത പോയിന്റ് ആട്ടോ. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് എന്നുള്ളത്. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? റിജിഡ് അല്ല അല്ലെ. ഫ്ലെക്സിബിൾ വഴക്കമുള്ളതാണ്. അടുത്ത പോയിന്റ് ആയിട്ട് അതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ബുള്ളറ്റ് ഇട്ടാൽ മതി. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. ലിൻഡർ ദിസ് ഇസ് അണ്ടർന്നാട്ടോ. ലിൻഡർ അല്ല കേട്ടോ, സോറി. അണ്ടർന്നാക്കിയത് UNDR. അണ്ടർ ദി സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ എന്താണ് പറയുന്നത്? The employees are free to choose within creative limitations at what time they begin and quit their job each day. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഒറ്റ സെന്റൻസ് ഉള്ളത്. എന്താണ് ഈ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം പറയാം. അതായത് കമ്പനി അവിടെ ഒന്നും പറയില്ല നമ്മളോട്, നിങ്ങൾക്ക് എപ്പോഴാണ് ജോലി ചെയ്യാൻ പറ്റുന്ന ടൈം. അപ്പൊ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? കണ്ടോ? എംപ്ലോയീസ് ആർ ഫ്രീ ടു ചൂസ്. കണ്ടോ? അവർക്ക് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാം. അവർക്ക് എത്ര സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റും. 5 മണിക്കൂർ വർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ ആ 5 മണിക്കൂർ എപ്പോ വർക്ക് ചെയ്യണം? രാവിലെ ഇപ്പൊ 7 മണി ഒടുങ്ങി നമുക്ക് വർക്ക് ചെയ്യണോ? അല്ലെങ്കിൽ രാവിലെ 10 മണിക്ക് വർക്ക് ചെയ്യണോ? ഈവനിങ് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നൈറ്റിൽ വർക്ക് ചെയ്യണോ? അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. മനസ്സിലായോ? ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് മോട്ടിവേറ്റഡ് അല്ലേ? മോട്ടിവേഷൻ അല്ലേ ആ ഒരു സ്ഥാപനത്തിൽ നിൽക്കാനും? എന്തായാലും നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്താൽ മതിയല്ലോ എന്നുള്ളവര് വരും. എന്നാൽ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളോട് 8 to 10 അല്ലെങ്കിൽ 8 to 12 അങ്ങനെ പറയുകയാണെങ്കിൽ ആ കറക്റ്റ് സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത്ര ഇതല്ല അല്ലെ. ഇത് നമ്മളോട് നമുക്ക് സെലക്ട് ചെയ്യാം. എംപ്ലോയി ആർ ഫ്രീ ടു ചൂസ്. അവർക്ക് ചൂസ് ചെയ്യാം വിത്തിൻ സർട്ടൻ ലിമിറ്റേഷൻ at what time they begin and quit their job each day. കണ്ടോ? ഏത് ദിവസം ജോലി തുടങ്ങണം, അപ്പൊ എപ്പോ നമുക്ക് അത് ക്വിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ വരുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനി ഒരു പേജ് കൂടി ഉള്ളൂ. അങ്ങനെ ഒരു വലിയൊരു ചാപ്റ്റർ നമ്മൾ അടുത്ത ക്ലാസ് കൊണ്ട് നമ്മൾ അത് തീർക്കും കേട്ടോ. ഒറ്റ പേജേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.